ആക്ച്വലി ഒരു ഹോട്ടൽ റൂം എടുക്കുമ്പോഴത്തേക്കും തലേ ദിവസം മയണൈസ് ഒക്കെ ഇങ്ങനെ കെട്ടിവെക്കുന്ന പോലെയാണ് പലരും കോണ്ടം ഒക്കെ കെട്ടിവെച്ചിട്ട് പോകും. ഇതൊക്കെ എന്റെ തലയിലാവൂലോ. അതായത് നമ്മൾ പ്രോപ്പർ ആയിട്ട് ഡിസ്പോസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പോലും ആർക്കും അറിയില്ല. ഇതിനകത്ത് ചീഞ്ഞാലും അളഞ്ഞാലും ഫുഡിന്റെ വേസ്റ്റ് ആണ്. ഓക്കെ, പക്ഷേ ഇതിനകത്ത് ചീഞ്ഞാലും അളഞ്ഞാലും അത് ഫുഡ് വേസ്റ്റ് അല്ല, അതൊരു ഹ്യൂമൻ ഫ്ലൂയിഡിന്റെ വേസ്റ്റ് ആണ്. അതായത് ബോഡി ഫ്ലൂയിഡിന്റെ വേസ്റ്റ് ആണ്. അപ്പൊ ആക്ച്വലി അത് കുറച്ചുകൂടെ ഹസാഡസ് ആണ്. അവനവന്റെ ഫ്ലൂയിഡ് അവനവന് ഹസാഡസ് അല്ലെങ്കിലും മറ്റുള്ളവന് ഹസാഡസ് ആണ്. ആക്ച്വലി ഇതൊരു ഫ്രഷ് കോണ്ടം പാക്കറ്റ് ആണ് കേട്ടോ. അപ്പൊ നമ്മൾ ഇത് പൊട്ടിക്കുവാണ്. അതായത് ഉപയോഗം കഴിയുമ്പോഴത്തേക്കും കഴുകാൻ ഓപ്ഷൻ ഇല്ലെങ്കിൽ ഇതിങ്ങനെ എടുത്തിട്ട് ഇതിങ്ങനെ കെട്ടണം. അപ്പൊ ആ ഒരു കെട്ട് നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ബോഡി ഫ്ലൂയിഡ് ലീക്ക് ആവത്തുമില്ല. നമുക്ക് കഴുകേണ്ട സമയത്ത് ഇങ്ങനെ ചുമ പൊക്കിയാൽ മതി. ഇങ്ങനെ വെള്ളം നിറച്ചിട്ട് അകം ഒന്ന് നല്ലോണം കഴുകി കളയുക. ഓക്കെ, അങ്ങനെ 2 വട്ടം കഴുകി കളയുമ്പോഴത്തേക്കും അകത്തുള്ള ബോഡി ഫ്ലൂയിഡ്സ് ഒക്കെ തന്നെ റിമൂവ് ആയിക്കോളും. ഇനി അതുപോലെ തന്നെ പുറം ഭാഗവും ഒന്ന് കഴുകി കഴിഞ്ഞാൽ ഓക്കെ, അത് വൃത്തിയായി. ടിഷ്യോ തോർത്തോ എന്തെങ്കിലുമൊക്കെ എടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിന്റെ പുറം ഭാഗം നല്ല രീതിയിൽ ഒന്ന് തുടച്ചെടുത്തേക്ക്. ഫുള്ള് തിരിഞ്ഞ് കിട്ടും. ഇങ്ങനെ തുടയ്ക്കണമെങ്കിൽ ഇങ്ങനെ തുടയ്ക്കാം. ഇനി ഇൻ കേസ് ഇങ്ങനെ തുടയ്ക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പർ അകത്തോട്ട് ഇട്ട് ഒരു ഉരുളയാക്കി ഇട്ടിട്ട് തിരിച്ചെടുത്താൽ മതി. ഓക്കെ, വേറെ 2 നല്ല ടിഷ്യൂ പേപ്പർ എടുക്കുക. എന്നിട്ട് ഇതൊന്ന് പൊതിയുക. വേസ്റ്റിനെ മാനേജ് ചെയ്യുന്ന സ്റ്റാഫിന് ഒരുപാട് അഴുക്കോ അണുക്കളോ ഹസാഡിൻ്റെയോ ഇടയ്ക്കൂടെ പോകേണ്ടി വരില്ല.